ഹലോ കേസ്, കുറേ ആളുകൾ തുള്ളുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് കാണുന്നത്. അതൊന്നും ഒരു വിഷയമല്ല, അത് അവരുടെ ഇഷ്ടമാണ്. അവർ ചെയ്താൽ അവർക്ക് കിട്ടും, നമ്മൾ ചെയ്താൽ നമുക്ക്. പക്ഷേ എൻ്റെ അത്ഭുതപ്പെടുത്തിയ ഒരു കമൻറ്റാണ്. ആ കമൻ്റ് എന്ന് പറയുന്നത്, നരകത്തിൽ എന്താ സുഖം, എന്നാ സുഖമായിരിക്കും നരകത്തിൽ എന്നാണ് ആ കമൻറ്റ്. അത് ഈ പെണ്ണുങ്ങളൊക്കെ നരകത്തിലുണ്ടാവുമല്ലോ, ആ തുള്ളലും മേളമൊക്കെ നരകത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലാണ്. അതിനൊരു കുഴപ്പമൊന്നുമില്ല, കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ചിലർ കാണുന്നതിൻ്റെ മുകൾ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് ഉടനെ ഒരു കാര്യം ഇങ്ങനെ പറയും. ആഴത്തിൽ ചിന്തിക്കാത്ത ആളുകളുണ്ടാവും. പക്ഷേ എന്നാ വൈബായിരിക്കും നരകത്തിൽ എന്നാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ വൈബ് എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നരകത്തിൽ വേറൊരു വൈബായിരിക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു ക്യാൻസർ സെൻറ്ററിലേക്ക് വെറുതെ ഒന്ന് പോയി നോക്കുക. അവിടെ കലാകാരന്മാരുണ്ടാവും, ചിലപ്പോൾ നടന്മാരുണ്ടാകും, ചിലപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകും, സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും. അവിടെ എന്തൊരു വൈബായിരിക്കുമെന്ന് നിങ്ങൾ പോയി നോക്കുക. അതായത് വൈബ് സാഹചര്യം അനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. എല്ലാ സമയത്തും സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല ലോകം എന്ന് പറയുന്നത്.